Good morning, everyone. Welcome to POLIGRAD Learning. My name is Anjala. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. I have done my graduation in political science from Kannur University and I have done my post-graduation in political science from Pondicherry University. ഈ ലാസ്റ്റ് 2023 ഡിസംബർ സൈക്കിളിൽ ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ്. സോ CUET UGയുടെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള പേപ്പറിൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നുള്ള പാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുതരാം. അപ്പം CUET UGയുടെ സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ +1 +2 പഠിച്ചിട്ടുള്ള സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. സോ ഇറ്റ് വോണ്ട് ബി മച്ച് ഡിഫിക്കൾട്ട്. കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചതൊക്കെയാണല്ലോ. അപ്പം സിലബസിൽ 2 പാർട്ടായിട്ടാണ് പൊളിറ്റിക്കൽ സയൻസ് പേപ്പറിലുള്ള ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതിൽ 10 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുതരാം. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ദ ചാപ്റ്റർ 1, ദാറ്റ് ഇസ് the era of one party dominance. ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീമസി അല്ലെ? അപ്പൊ വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറഞ്ഞാല് കുറെ കാലത്തേക്ക് സെയിം പൊളിറ്റിക്കൽ പാർട്ടി തന്നെ തുടർച്ചയായിട്ട് ഭരിക്കുന്നതിനെ ആണ് എന്ത് പറയുന്നത്? വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാലേ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അങ്ങനെ ഭരിച്ചിട്ടുള്ളതെന്ന്. It was Congress party which have ruled for many years. കോൺഗ്രസ് പാർട്ടി ആയിരുന്നു ഇന്ത്യയിൽ വൺ പാർട്ടി ഡോമിനൻസ് സൃഷ്ടിച്ചിട്ടാണ്. അപ്പം ഈ ചാപ്റ്ററിൽ കുറച്ച് സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ്, നേച്ചർ ഓഫ് കോൺഗ്രസ് ഡോമിനൻസ് അറ്റ് ദി നാഷണൽ ലെവൽ, അൺഈവൻ ഡോമിനൻസ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ, കോലീഷണൽ നേച്ചർ ഓഫ് കോൺഗ്രസ്, മേജർ ഒപ്പോസിഷൻ പാർട്ടീസ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്? ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഇലക്ഷനിലൊക്കെ കോൺഗ്രസ് എങ്ങനെയാണ് ഡോമിനൻസ് നിലനിർത്തിയെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ആ ഡോമിനൻസിൽ ഉണ്ടായ മാറ്റങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാല്ലേ? ഓക്കെ, അങ്ങനെ എന്താണ്? ആസ് വി നോ, ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് 89 years, ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഓൺ 15th August 1947 അല്ലെ? ഇപ്പം 1858 തൊട്ട് 1947 വരെ ഏകദേശം 89 വർഷമാണ് ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിട്ടുണ്ടായതല്ലേ. അങ്ങനെ 89 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയാണ്. പക്ഷെ ഇൻഡിപെൻഡൻസ് കിട്ടിയത് കൊണ്ട് മാത്രം പ്രശ്നങ്ങളൊക്കെ തീർന്നു? ഇൻഡിപെൻഡൻസ് കിട്ടിയത് മാത്രമാണോ നമുക്ക് വേണ്ടത്? അല്ലേ. ഒരുപാട് ചാലഞ്ചസ് ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ഇഷ്യൂസ് ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ന്യൂലി ഇൻഡിപെൻഡന്റ് ആയ ഒരു കൺട്രിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ഇൻഡിപെൻഡൻസ് കിട്ടിയത് കൊണ്ട് മാത്രം അവിടെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. നിങ്ങളുടെ +2 ചാലഞ്ചസ് ഇൻ നേഷൻ ബിൽഡിംഗ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡിപെൻഡൻസ് കിട്ടിയ പാടെ ഇന്ത്യ മെയിൻ ആയിട്ട് 3 ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തിട്ടുണ്ടായത് അല്ലെ. എന്തൊക്കെയാണ്? ഫസ്റ്റ് of the diversity and the eradication of poverty. ആ ഒരു നേഷനെ യുണൈറ്റഡ് ആക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചാലഞ്ച് ഉണ്ടായത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നമുക്കറിയാം ഇന്ത്യനെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെ നിലനിർത്താന്നുള്ളതായിരുന്നു ഇന്ത്യക്കുണ്ടായ ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? പോവർട്ടിനെയും അൺഎംപ്ലോയ്മെന്റിനെയും ഇറാഡിക്കേറ്റ് ചെയ്യാന്നുള്ളത്. That was the first challenge faced by India immediately after the independence. Second one എന്താണ്? To establish democracy. ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത്. അപ്പം ഇതായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ കുറച്ചും കൂടി അധികം ഡിസ്കസ് ചെയ്യുക. ബാക്കിയൊക്കെ നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നേഷനെ യുണൈറ്റഡ് ആയിട്ട് accommodative of the diversity and the eradication of poverty and unemployment. Second one എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുക. തേർഡ് ചാലഞ്ച് എന്താണ്? To ensure the development and well-being of the entire society and not only of some section. നമ്മുടെ സൊസൈറ്റിയിലെ ചില സെക്ഷനിൽ മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനിലുള്ള എല്ലാ ആൾക്കാരിലും ഡെവലപ്മെന്റും വെൽബീയിങ്ങും എൻഷുർ ചെയ്യാന്നുള്ളതാണ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ടായ 3ാമത്തെ ചാലഞ്ച്. അപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടിയ പാടി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ടായ 3 ചാലഞ്ചസ് ആണ് ഇത്. അപ്പം ഡെമോക്രസി എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ആ സെക്കൻഡ് ചാലഞ്ച് എങ്ങനെയാണ് ഇന്ത്യ മറികടന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ വേൾഡിന്റെ സിനാരിയോ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. വേൾഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ടായത്? അപ്പം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ അതേ ടൈമിൽ തന്നെ ബാക്കിയുള്ള ഒരുപാട് കൺട്രീസും ഇൻഡിപെൻഡന്റ് ആകുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം 1945 എന്ത് കഴിയുന്നത്? സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നത്.
അതിന്റെ കൂടെ തന്നെ എന്ത് നടക്കാണ്, ഡീകോളനൈസേഷൻ പ്രോസസ്സ് നടക്കാണ്. ഏഷ്യ, ആഫ്രിക്ക പോലെയുള്ളിടത്തുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാണ്. അതിലൊന്നായിരുന്നു ഇന്ത്യ. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ന്യൂലി ഇൻഡിപെൻഡന്റ് കൺട്രീസ് ഫോം ചെയ്യാണ്. ഒരുപാട് കൺട്രീസ് ഇൻഡിപെൻഡൻസ് കിട്ടിയവരാണ്. അപ്പൊ ഈ ന്യൂലി ഇൻഡിപെൻഡന്റ് ആയ കൺട്രീസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്, നാഷണൽ യൂണിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിൽ ഒരു ഒത്തൊരുമ കൊണ്ടുവരാം, യൂണിറ്റി കൊണ്ടുവരാം, രാജ്യത്തിലൊരു യൂണിറ്റി കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ദേ കുഡ് നോട്ട് എഫോർഡ് ഡെമോക്രസി. അവർക്ക് ഡെമോക്രസി എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല ഈ പുതിയതായിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയ രാജ്യങ്ങൾക്ക്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ അല്ലെ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നടന്ന് ജനങ്ങൾക്ക് എന്ത് പവർ കിട്ടാണ്, അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി, ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ കയ്യിൽ പവർ കിട്ടാണ്. അപ്പം ആ ഡെമോക്രസി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും എന്ന് പറയുന്നത്, ഡിഫറൻസസും കോൺഫ്ലിക്ട്സും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്, നാഷണൽ യൂണിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ഡിഫറൻസും കോൺഫ്ലിക്റ്റും ഒന്നും ഫേസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലല്ല പുതിയതായിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയ കൺട്രീസിനുള്ളത്. അതുകൊണ്ട് തന്നെ നോട്ട് എഫോർഡ് ഡെമോക്രസി. പിന്നെ അത് മാത്രമല്ല, ഈ നേഷനിലൊക്കെ എന്താണ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നോൺ ഡെമോക്രാറ്റിക് റെജീംസ് ആണ് എക്സിസ്റ്റ് ഉണ്ടായത് അല്ലെ. നോൺ ഡെമോക്രാറ്റിക് റെജീംസ് ആണ് ആ രാജ്യങ്ങളിലൊക്കെ നിലനിന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്തായി, ഡെമോക്രസി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാലഞ്ചസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ വേൾഡ് സിനാരിയോ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ, ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യയും ഇതേപോലെ ഡെമോക്രസി അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു. നമുക്ക് നോക്കാം അല്ലെ. ഇനി നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴാണ്, ഇന്ത്യൻ ലീഡേഴ്സ് ഡിസൈഡഡ് ടു ടേക്ക് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാത്ത്, ദാറ്റ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. അപ്പൊ ഇന്ത്യൻ ലീഡേഴ്സ് എന്താണ് പറഞ്ഞത്, അവരെന്ത് തീരുമാനിച്ചു, ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അല്ലെ. അവരെന്താ വിശ്വസിച്ചത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല, മറിച്ച് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് എന്തിനാ കണ്ടത്, പൊളിറ്റിക്സിനെ ഇന്ത്യൻ ലീഡേഴ്സ് കണ്ടത്. അതുകൊണ്ട് തന്നെ അവരെന്ത് തീരുമാനിച്ചു, ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ന്യൂലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പോവേർട്ടി ഒക്കെ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായ ഒരു കൺട്രിയാണ്. ആ ഒരു ടൈമിൽ ഇതാണ് പറയുന്നത്. അപ്പം ആ ഇത്രയും വലിയൊരു കൺട്രിയിൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത് ചെറിയൊരു കാര്യമായിരുന്നില്ല അല്ലെ. ഒരുപാട് ക്രിട്ടിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ലീഡേഴ്സ് ഡിസൈഡഡ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. അപ്പം ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അല്ലെ. എന്താണ്, ഒരു രാജ്യത്ത് ഡെമോക്രസി വരണമെങ്കിൽ ഫസ്റ്റ് തന്നെ എന്താണ്, ആ രാജ്യം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പിന്നെ ആ രാജ്യത്തിന് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം. പിന്നെ അവിടെ എലക്ഷൻ നടക്കണം. എലക്ഷൻ നടന്നിട്ട് വേണം ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ത്യയുടെ ഇത് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എന്താ ഇൻഡിപെൻഡൻസ് കിട്ടിയല്ലേ, 1947 ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പൊ ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കണ്ടേ. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കി ഒരു ചെറിയൊരു ടൈം ലൈൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഫസ്റ്റ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ഡിസംബർ 1946 നമുക്കറിയാം അല്ലെ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒക്കെ ചെയർമാൻ ആരായിരുന്നു, ഹെഡ് ആരായിരുന്നു, അംബേദ്കർ ആയിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്ത ടൈമിലുള്ള ചെയർമാൻ ആരായിരുന്നു, സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യാണ് ചെയ്തത്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. അതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എന്താണെന്നൊക്കെ പഠിച്ചല്ലേ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഒരു 3 വർഷത്തിന് ശേഷം എന്താണ്, 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആവുകയാണ്. എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചാൽ റിമെമ്പർ ഇറ്റ് വാസ് ഇൻ 1949. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായെന്ന് അറിയോ? എത്ര ഉണ്ടായത്? 395 ആർട്ടിക്കിൾസ്, 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ ഉണ്ടായ ആർട്ടിക്കിൾസിന്റെയും പാർട്ടിന്റെയും ഷെഡ്യൂളിന്റെയും എണ്ണം. അങ്ങനെ 1949 കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ 1950 എന്തായി, കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്തു. എപ്പം? ജാനുവരി 24, 1950 കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്തു. ആൻഡ് ഇൻ 26 ജാനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട്. അന്നാണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്തു. 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. 1949 കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയി. 50 ആകുമ്പോഴത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്തു. ആൻഡ് ഓൺ 26 ജാനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട്. അപ്പൊ എന്തൊക്കെയായി? ഇൻഡിപെൻഡൻസ് കിട്ടി, കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയായി. പിന്നെന്താണ്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണോ അല്ലെ. ഇലക്ഷൻ നടന്നിട്ട് വേണം നമുക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ. കാരണം ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ടൈമിൽ ഇന്ത്യക്ക് എന്താണ്, ഇന്ററിം ഗവൺമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ടെമ്പററി ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഇലക്ഷനിലൂടെ ഒരു പെർമനന്റ് ഗവൺമെന്റ് നമുക്ക് ഫോം ചെയ്യണം അല്ലെ.
അപ്പൊ അതിനുവേണ്ടി എലക്ഷൻ നടക്കണം. എലക്ഷൻ നടക്കാൻ വേണ്ടി എന്ത് സെറ്റപ്പ് ചെയ്തു? 1950 എന്ത് സെറ്റപ്പ് ചെയ്യാണ്? എലക്ഷൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യാണ് അല്ലെ? അപ്പം ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ് ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് നിങ്ങൾ ഓർക്കാം. നിങ്ങൾ ഇയർ ഒക്കെ പെട്ടെന്ന് തന്നെ ഓർമ്മിച്ച് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് MCQയിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് വർഷങ്ങളും പിന്നെ ഇതേപോലെ ഇമ്പോർട്ടന്റ് പേരുകളൊക്കെ ആയിരിക്കും. അപ്പം ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴാണ് സെറ്റപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഓൾവേസ് റിമെമ്പർ ഇറ്റ് വാസ് ഓൺ 1950 ആൻഡ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാസ് സുകുമാർ സെൻ. അപ്പൊ എന്തൊക്കെയായി? എല്ലാം റെഡിയായി അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ വരെ റെഡിയായി. ഇനി എന്താ? ഇലക്ഷൻ നടക്കേ വേണ്ടു. അപ്പൊ ഇന്ത്യ എന്ത് എക്സ്പെക്ട് ചെയ്തു? ഫസ്റ്റത്തെ ജനറൽ ഇലക്ഷൻ 1950 നടത്താമെന്ന് തീരുമാനിച്ചു. പക്ഷെ നടന്നോ? 1950 ഇലക്ഷൻ നടന്നത്? ഡിഡ് ദ ഇലക്ഷൻ ഹാപ്പൻ ഇൻ 1950? അല്ല അല്ലേ? 1950 ആദ്യത്തെ ഇലക്ഷൻ നടന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇലക്ഷൻ നടക്കാതിരുന്നത്? എന്തൊക്കെയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഫേസ് ചെയ്ത ചാലഞ്ചസ്? എന്തൊക്കെയായിരുന്നു? എന്തുകൊണ്ടാണ് അത് പോസ്റ്റ്പോൺ ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ആസ് വി നോ, ഇന്ത്യ ഇസ് ദ 7th largest country in the world. ആൻഡ് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു 3 വർഷം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മെജോറിറ്റി ആൾക്കാർ എന്ന് പറയുന്നത് പൂവറും ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. കാരണം ഇറ്റ്സ് നോട്ട് എ ഡെവലപ്ഡ് നേഷൻ അല്ലേ? ഡെവലപ്ഡ് നേഷൻ ഒന്നല്ല ഇന്ത്യ എന്ന് പറയുന്നത്. അണ്ടർ ഡെവലപ്ഡ് ആണ് ആക്ച്വലി. അത് ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് വരുന്നത്ര. അപ്പം കൂടുതൽ ജനങ്ങളും പൂവറും ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, കൺട്രിയുടെ വാസ്റ്റ് സൈസും ലോ ലിറ്ററസി റേറ്റും ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് വലിയ ചാലഞ്ച് ആയിട്ട് മാറി, ഈ രണ്ട് കാരണങ്ങളും. പക്ഷെ ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. എന്താണ്? ഡീലിമിറ്റേഷൻ റിക്വയർമെന്റ് ഉണ്ടായി. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പോപ്പുലേഷൻ ബേസിസിൽ ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഡിവൈഡ് ചെയ്യാണ്, ബൗണ്ടറീസ് വരക്കാണ്, അല്ലെങ്കിൽ ലിമിറ്റ് ഫിക്സ് ചെയ്യാണ്. അങ്ങനെ ഫിക്സ് ചെയ്യാണ്. ഇലക്ഷൻ നടത്തണമെങ്കിൽ നമുക്കറിയാം ഡീലിമിറ്റേഷൻ റിക്വയർമെന്റ് ആണ് അല്ലെ? അപ്പം അത് നടത്താനുണ്ടായിരുന്നു. പിന്നെന്താ? ഇലക്ടോറൽ റോൾസ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അതായത് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിന്റെ, ജനങ്ങളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. അപ്പൊ ആ ഒരു പോപ്പുലേഷന്റെ ഇടയിൽ എത്ര ആൾക്കാർക്കാണ് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത്, അവരുടെ ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ചെറിയൊരു പണിയല്ല അല്ലെ? ഇറ്റ് വാസ് എ ലോങ് ടൈം ടേക്കിംഗ് പ്രൊസീജിയർ. അപ്പം ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കി? ഇലക്ഷൻ കമ്മീഷൻ ഡിസ്കവേർഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഹോൾഡ് എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇൻ എ കൺട്രി ഓഫ് ഇന്ത്യ സൈസ്. സോറി. അപ്പൊ ഇന്ത്യയുടെ സൈസിലുള്ള ഒരു കൺട്രിയിൽ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താന്നുള്ളത് ചെറിയ കാര്യമല്ല എന്ന് ആര് മനസ്സിലാക്കി? ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ 1950 നടന്നിരുന്ന ഇലക്ഷൻ എന്താണ്? പോസ്റ്റ്പോൺ ചെയ്തു പോവാണ്. 2 തവണ പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആൻഡ് ഫൈനലി ദ ഇലക്ഷൻ ഹാപ്പൻഡ് ഇൻ 1952. എപ്പോഴാണ്? ഇലക്ഷൻ വർ കണ്ടക്ടഡ് ബിറ്റ്വീൻ October 1951 ആൻഡ് February 1952. പക്ഷേ 1952 ഇലക്ഷൻ എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ, സിറ്റിസൺസ് 1952 ജാനുവരിയിലാണ് വോട്ട് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഈ ഇലക്ഷന് 1952 എന്ന് പേരിട്ടത്. ഓക്കെ. അങ്ങനെ 1952 ഇലക്ഷൻ നടന്നു. ആൻഡ് ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഓഫ് ഇന്ത്യ ബിക്കേം എ ലാൻഡ്മാർക്ക് ഡ്യൂ ടു ഇറ്റ്സ് കോമ്പറ്റീവ്നെസ്, എൻകറേജിംഗ് പാർട്ടിസിപ്പേഷൻ, ഫെയർ റിസൾട്ട് ആൻഡ് പ്രൂവ്ഡ് ഇറ്റ്സ് ക്രിട്ടിക് wrong not to hold elections in conditions of poverty. അപ്പൊ നമ്മൾ ഒരുപാട് ചാലഞ്ചസ് പറഞ്ഞല്ലേ? ഈ ചാലഞ്ചസ് ഒക്കെ ഉണ്ടായപ്പം ഒരുപാട് ക്രിട്ടിക്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫോറിൻ മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സ് ആയാലും കുറെ പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ഒക്കെ ഇന്ത്യയുടെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു. പറഞ്ഞു ഇത് എന്ന് പറയുന്നത് വേൾഡിൽ നടക്കുന്ന ഏറ്റവും വലിയ ഗാമ്പിൾ ആണ്, ഒരു പോവർട്ടി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ വെറുതെ ആണ്, ഇതൊന്നും ഒരിക്കലും സക്സസ്ഫുൾ ആവൂല എന്നൊക്കെയാണ് ക്രിട്ടിക്സ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ 1952 ഇലക്ഷന് ശേഷം വേൾഡിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇന്ത്യയുടെ ഫസ്റ്റത്തെ ജനറൽ ഇലക്ഷൻ 1952 ഇലക്ഷൻ ഒരു ലാൻഡ് മാർക്ക് ആയിട്ട് മാറുകയാണ്. കാരണം ഇറ്റ് വാസ് എ സക്സസ്ഫുൾ വൺ. ഓക്കെ. എന്താണ്? 50% കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫെയർ റിസൾട്ട് ആയിരുന്നു, കോമ്പറ്റീറ്റീവ്നെസ് ആയിരുന്നു, ഡെമോക്രാറ്റിക് കണ്ടീഷൻസിലായിരുന്നു ഇലക്ഷൻ നടന്നത്. സോ ഇറ്റ് വാസ് എ വെരി സക്സസ്ഫുൾ വൺ ആൻഡ് ഇറ്റ് പ്രൂവ്ഡ് ഇറ്റ്സ് ക്രിട്ടിക് റോങ് നോട്ട് ടു ഹോൾഡ് ഇലക്ഷൻ ഇൻ കണ്ടീഷൻസ് ഓഫ് പോവർട്ടി. അപ്പൊ ഇത്രയൊക്കെ ചാലഞ്ചസ് ഉണ്ടായിട്ടും ഇതിനൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ അവരുടെ ഫസ്റ്റത്തെ ജനറൽ ഇലക്ഷൻ സക്സസ്ഫുള്ളി നടത്തിയത്. ഇതിൽ ഇപ്പൊ എന്താ പറയുന്നത്? ഈ കൺട്രിയുടെ സൈസ് മാത്രമായിരുന്നില്ല പ്രശ്നമായിട്ടുണ്ടായത് അല്ലെ? എന്താണ്? ഒരു പുവർ ആൻഡ് ഇല്ലിറ്ററേറ്റ് കൺട്രി ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. പോവർട്ടി ഉണ്ടായിരുന്നു, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അതിനൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് അതിനൊക്കെ മറികടന്നാണ് ഈ ഇലക്ഷൻ നടത്തിയത്.
ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ, ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ മാത്രം കണ്ടുവന്നിട്ടുണ്ടായ ഒരു സിസ്റ്റമാണ്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിട്ടുണ്ടായ ഒരു സിസ്റ്റമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പം അതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ 1952 ഡെമോക്രാറ്റിക് കണ്ടീഷൻസിൽ എലക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് നടത്താണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ബിക്കെയിം എ ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി ഡെമോക്രസി ഇൻ ദ വേൾഡ്. അങ്ങനെ 1952 എലക്ഷൻ നടന്നു. അപ്പം എലക്ഷനിൽ യൂസ് ചെയ്ത മെത്തേഡ് ഓഫ് വോട്ടിംഗ് എന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾക്കറിയാം നമ്മൾ ഇപ്പം എന്താണ് EVM യൂസ് ചെയ്യുന്നത് അല്ലെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. പണ്ട് മുതലേ EVM ആണോ? അല്ല, പണ്ട് മുതലേ EVM ഒന്നല്ല യൂസ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഫസ്റ്റത്തെ ജനറൽ ഇലക്ഷനിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ബാലറ്റ് പേപ്പർ ബോക്സ് യൂസ് ചെയ്തിട്ടാണ് വോട്ടുകൾ നടത്തിയിട്ടുണ്ടായത്. അതെന്താണ്, എ ബോക്സ് വാസ് പ്ലേസ്ഡ് ഇൻസൈഡ് ഈച്ച് പോളിംഗ് ബൂത്ത് ഫോർ ഈച്ച് കാൻഡിഡേറ്റ് വിത്ത് ദ ഇലക്ഷൻ സിംബൽ ഓഫ് ദ കാൻഡിഡേറ്റ്. ഈ പിക്ചർ നിങ്ങൾ നോക്കുക, ഈ പിക്ചറിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടല്ലേ, എന്താണ്, ഓരോ കാൻഡിഡേറ്റിന്റെയും സിംബലും പേരും ഇട്ടിട്ട് ഒരു ബോക്സ് ഉണ്ടാവും. പിന്നെ വോട്ടറിന്റെ കയ്യിൽ ഒരു ബ്ലാങ്ക് പേപ്പർ കൊടുക്കും, ഒരു ബാലറ്റ് പേപ്പർ കൊടുക്കും. അപ്പൊ ഈ വോട്ടറിന് ഏത് കാൻഡിഡേറ്റിനാണ് വോട്ട് കൊടുക്കേണ്ടത് അത് അവര് ആ കാൻഡിഡേറ്റിന്റെ റെസ്പെക്റ്റീവ് ബോക്സിൽ പോയിട്ട് ഇടും. ഇതാണ് ആദ്യത്തെ ജനറൽ ഇലക്ഷനിൽ നടന്നിട്ടുണ്ടായ മെത്തേഡ് ഓഫ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ഇലക്ഷന് ശേഷം എന്തായി, ഈ മെത്തേഡ് ചേഞ്ച് ആയി. പിന്നീട് വന്ന മെത്തേഡ് എന്താണ്, a ballot paper carried the name and symbol of candidates and the voter stamped against the name of candidate to vote for. അതായത് ഒരു ബാലറ്റ് പേപ്പറിൽ തന്നെ എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും സിംബലും നെയിമും കൊടുത്തു. എന്നിട്ട് ഏത് കാൻഡിഡേറ്റിനാണോ വോട്ടർക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യം ആ ഒരു കാൻഡിഡേറ്റിന്റെ അവിടെ സ്റ്റാമ്പ് കൊടുത്തിട്ട് അത് മടക്കി ബോക്സിലിടാണ് ചെയ്തത്. ഈ മെത്തേഡ് തന്നെയാണ് കൂടുതൽ, ഏകദേശം 40 വർഷത്തോളം ആക്ച്വലി ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ 1990s ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് എന്ത് കൊണ്ടുവന്നത്, EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഡോപ്റ്റ് ചെയ്തത്. അങ്ങനെ പക്ഷെ ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2004 1990s അവസാനം തന്നെ അത് കണ്ടുപിടിച്ചെങ്കിലും 2004 ആകുമ്പോഴാണ് ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാലേ, എന്താണ്, ഓരോ കാൻഡിഡേറ്റിന്റെ സിംബലും പേരൊക്കെ ഉണ്ടാവും, അതിന് നേരെ ഒരു ബട്ടനും ഉണ്ടാവും. അപ്പൊ ആർക്കാണ് വോട്ട് കൊടുക്കാൻ താല്പര്യം ആ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ റിസൾട്ട് അവിടെ റെക്കോർഡായിട്ട് പോകും. അപ്പൊ ഇതാണ് മെത്തേഡ് ഓഫ് വോട്ടിംഗ്. ഇതിന്റെ മാറ്റങ്ങളാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ ബാലറ്റ് പേപ്പർ ബോക്സിലായിരുന്നു ഉണ്ടായത്. പിന്നെ അത് ഒറ്റ ബാലറ്റ് പേപ്പറിൽ തന്നെ എല്ലാവരുടെ പേരും സിംബലൊക്കെ ഉണ്ടായി. പിന്നീട് അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനായിട്ട് മാറി. ഇനി നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ കോൺഗ്രസ് എങ്ങനെയാണ് ഈ 3 ജനറൽ ഇലക്ഷനിൽ ഡോമിനന്റ് ആയിട്ട് നിന്നത് നമുക്ക് നോക്കാം. അപ്പം ആസ് എക്സ്പെക്ടഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോൺ ദി 1952 ഇലക്ഷൻ. 1952 ഇലക്ഷനിൽ ആര് ജയിക്കാണ്, കോൺഗ്രസ് ജയിക്കാണല്ലേ. നമ്മൾ അതിന്റെ മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ദ പാർട്ടി വോൺ 364 out of 489 seats in the first ലോക്സഭ ഇലക്ഷൻ. അത്രയും വാസ്റ്റ് മെജോറിറ്റിയിലൂടെയാണ് കോൺഗ്രസ് ജയിക്കുന്നത്. ഓക്കെ, അതിന് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സീറ്റ് ആർക്കാണ് കിട്ടിയത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. റിമെമ്പർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കാണ് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സീറ്റ് കിട്ടിയത്. വെറും 16 സീറ്റാണ് അവർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം മെജോറിറ്റിയാണ് കോൺഗ്രസിന് ഒരു 1952 ഫസ്റ്റ് ലോക്സഭ ഇലക്ഷനിൽ കിട്ടിയിട്ടുണ്ടായത്. അപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്ര ഡോമിനൻസ് കിട്ടിയത്, വൈ? അപ്പൊ അതിനുള്ള ആൻസർ ആണ് നമുക്ക് നോക്കാം. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് എന്താ, പോപ്പുലർ ആയിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ്? വി നോ ദാറ്റ് ഇറ്റ് ഇൻഹെറിറ്റഡ് ദ ലെഗസി ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്. നാഷണൽ മൂവ്മെന്റ് എന്നുള്ള ഒരു ലെഗസി ആർക്കുണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. എന്താണ്, നമുക്കറിയാം ഇപ്പോ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പേ കോൺഗ്രസ് പാർട്ടി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നല്ല, മറിച്ച് നാഷണൽ ലിബറേഷൻ മൂവ്മെന്റിനൊക്കെ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നാഷണൽ മൂവ്മെന്റിന്റെ ഒരു ലെഗസി ഉണ്ടായിരുന്നു കോൺഗ്രസിന്. സോ ഇറ്റ് വാസ് പോപ്പുലർ അമംഗ് ദ പീപ്പിൾ. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇലക്ഷനിലൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് വൺ എന്താ, ഇറ്റ് വാസ് ദി ഓൺലി പാർട്ടി ദെൻ ടു ഹാവ് എൻ ഓർഗനൈസേഷൻ സ്പ്രെഡ് ഓൾ ഓവർ ദ കൺട്രി. ഇന്ത്യ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രം കിട്ടിയ ഒരു നെയിമാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്താ, ജവഹർലാൽ നെഹ്റു പോലെയുള്ള പോപ്പുലറും ചാരിസ്മാറ്റിക്കും ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് എന്തിലുണ്ടായത്, കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആയിരുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. സോ ദീസ് വർ ദ റീസൺസ് വൈ കോൺഗ്രസ് പാർട്ടി വാസ് ഡോമിനന്റ് ഇൻ ദ ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻസ്. അപ്പം നമ്മൾ വിചാരിക്കും നാഷണൽ ലെവലിൽ മാത്രമാണ്. 1952 നാഷണൽ ലെവലിൽ മാത്രമല്ല സ്റ്റേറ്റ് ഇലക്ഷൻസും കൂടി നടക്കുന്നുണ്ട്. ആൻഡ് ഈ
സോറി, ഈ സ്റ്റേറ്റ് ഇലക്ഷനിലും എന്താണ് കോൺഗ്രസ് വലിയ വിക്ടറി തന്നെ നേടുന്നുണ്ട്. നാഷണൽ ഇതിലും ലോക്സഭ ഇലക്ഷനിൽ മാത്രമല്ല സ്റ്റേറ്റ് ഇലക്ഷനിലും കോൺഗ്രസിന് വലിയ വിക്ടറി കിട്ടുന്നുണ്ട്. ഇറ്റ് വോൺ എ മെജോറിറ്റി സീറ്റ്സ്. ഓക്കെ, കോൺഗ്രസ് മെജോറിറ്റി സീറ്റ് വോൺ ചെയ്തു. എക്സെപ്റ്റ് 3 സീറ്റ്സ്. ഏതൊക്കെ സീറ്റിലാണ് കോൺഗ്രസിന് മെജോറിറ്റി ഇല്ലാണ്ടുന്നത്? ട്രാവൻകൂർ, കൊച്ചി, മദ്രാസ് ആൻഡ് ഒറീസ. റിമെമ്പർ, ഇത് KMCQയിൽ ചോദിക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ നടന്നപ്പം 1952 സ്റ്റേറ്റ് ഇലക്ഷൻ നടന്നപ്പം മെജോറിറ്റി സീറ്റ് കിട്ടാതെ, എക്സെപ്റ്റ് എവിടേക്കാണ് മെജോറിറ്റി സീറ്റ് കിട്ടാതിരുന്നത്, എവിടെയാണ് കിട്ടാതിരുന്നതെന്ന് ചോദിച്ചാൽ ഓൾവേസ് റിമെമ്പർ ഇറ്റ് വാസ് ഇൻ ട്രാവൻകൂർ, കൊച്ചി, മദ്രാസ് ആൻഡ് ഒറീസ. ഈ 3 സീറ്റിലായിരുന്നു കിട്ടാതിരുന്നത്. പക്ഷെ ലേറ്റർ എന്താ, ഇവിടെയൊക്കെ കോalitional ഗവൺമെന്റ് ഫോം ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ തന്നെ അവിടുത്തെ റൂൾ അല്ലെങ്കിൽ പവർ കിട്ടാണ് ചെയ്തത്. സോ എന്താ ലാസ്റ്റ് എന്താണ്, ഇറ്റ് റൂൾഡ് ഓവർ ദ കൺട്രി അറ്റ് നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ആര് തന്നെ റൂൾ ചെയ്യാണ്? കോൺഗ്രസ് തന്നെ റൂൾ ചെയ്യാണ്. ഇതാണ് ഫസ്റ്റത്തെ ജനറൽ ഇലക്ഷനിൽ നടന്നത്. ഇനി ഈ സെക്കൻഡ് ജനറൽ ഇലക്ഷൻ നടക്കുകയാണ് ഇപ്പം 1957. തേർഡ് ജനറൽ ഇലക്ഷൻ 1962. അപ്പൊ നിങ്ങൾ ഈ ഇലക്ഷൻ നടന്ന ഇയർ ഓർമ്മിച്ചൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് അറിയാലേ, 5 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ നടക്കുക. അപ്പൊ ഫസ്റ്റ് ഇലക്ഷൻ എപ്പോഴാണ് നടന്നതെന്ന് ഓർമ്മിച്ചേക്കാം, പിന്നെ 5 വർഷം കൂടുമ്പോഴാണെന്ന് ഓർമ്മിച്ചേക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡും തേർഡൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഫസ്റ്റത്തെ എപ്പ 1950 നടന്നത്, 1952 ഫസ്റ്റത്തെ ജനറൽ ഇലക്ഷൻ നടന്നത്. അതിനുശേഷം ഒരു 5 വർഷത്തിന് ശേഷം 1957 സെക്കൻഡ് ഇലക്ഷൻ നടക്കാണ്. ആൻഡ് ആഫ്റ്റർ 5 ഇയേഴ്സ് തേർഡ് ഇലക്ഷൻ 1962 നടക്കാണ്. അപ്പം ഫസ്റ്റത്തെ പോലെ തന്നെ എന്താണ്, കോൺഗ്രസ് തന്നെ വലിയ മെജോറിറ്റിയോട് കൂടി ഈ 2 ഇലക്ഷനിലും ജയിക്കുകയാണ് ചെയ്യുന്നത്. ഇതാ, കോൺഗ്രസ് മെയിൻറ്റെയിൻ ദ സെയിം പൊസിഷൻ ബൈ വിന്നിംഗ് 3/4 ഓഫ് ദ സീറ്റ്സ്. പക്ഷെ ചില കേസസിൽ മെജോറിറ്റി കിട്ടിയില്ല. അതിലേറ്റവും സിഗ്നിഫിക്കന്റ് ആയ ഒരു കേസാണിത്, 1957 കേരളയിൽ ഉണ്ടായ ഇത്. അവിടെ ആര് ഗവൺമെന്റ് ഫോം ചെയ്യാണ്? CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഫോം ചെയ്യാണ് ചെയ്തത്. നിങ്ങളിപ്പോ ഈ സൈഡിൽ ഇതാ ലെഫ്റ്റ് സൈഡിൽ ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ NCERT ബുക്കിൽ, നിങ്ങളെ +2 ബുക്കിൽ ഉണ്ടായ സെയിം മാപ്പ് തന്നെയാണ്. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഈ യെല്ലോയിൽ കാണുന്നത് എന്താണ്? കോൺഗ്രസ് ഡോമിനൻസ് ഉള്ള സ്റ്റേറ്റുകളാണ്. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ആണ്. ഇതാ ഇവിടെ കേരളത്തിൽ മാത്രമാണ് ആരുള്ളത്? റെഡ് കളർ ഉള്ളത്. അത് ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ബാക്കി എല്ലായിടത്തും ആരാണ് ഡോമിനന്റ് ആയിട്ടുള്ളത്? കോൺഗ്രസ് ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത്. കേരളത്തിൽ മാത്രം 1957 കോൺഗ്രസിന് ഡോമിനൻസ് നഷ്ടപ്പെടാണ് ചെയ്തത്. അപ്പം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിക്ടറി എങ്ങനെ ഉണ്ടായെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം 1957 കോൺഗ്രസിന് ഡിഫീറ്റ് കിട്ടുന്നത് കേരളത്തിൽ. മാർച്ച് 1957 എന്ത് നടന്നു? അസംബ്ലി ഇലക്ഷൻസ് നടന്നു അല്ലെ? അതിൽ കേരളത്തിൽ CPI, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് മെജോറിറ്റി സീറ്റ് കിട്ടാണ് ചെയ്തത്. അങ്ങനെ എന്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലീഡർ ആയിരുന്ന EMS നമ്പൂതിരിപ്പാടിനെ ഗവർണർ എന്ത് ഫോം ചെയ്യാൻ, മിനിസ്ട്രി ഫോം ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ കോൺഗ്രസ് ബിഗാൻ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി എലക്റ്റഡ് ഗവൺമെന്റ്. അങ്ങനെ 2 വർഷത്തിന് ശേഷം എന്താണ്, കോൺഗ്രസ് 1959 കോൺഗ്രസ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ഡിസ്മിസ് ചെയ്തു? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാണ്. എന്ത് യൂസ് ചെയ്തിട്ട്? ആർട്ടിക്കിൾ 356 യൂസ് ചെയ്തിട്ടല്ലേ? അപ്പം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 എമർജൻസി പവേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? യൂണിയൻ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. യൂണിയൻ എമർജൻസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 വരുന്നതാണ്. സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 വരുന്നതാണ്. ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360 വരുന്നതാണ്. അപ്പം ഇവിടെ എന്താണ്? ആർട്ടിക്കിൾ 356, അതായത് പ്രസിഡന്റ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി. അങ്ങനെ പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഒരു ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തിട്ട് അത് സെൻട്രലിന്റെ കീഴിലേക്ക് ആക്കാണ് ചെയ്യാം. അപ്പൊ 1959 കോൺഗ്രസ് എന്താക്കി? കേരളത്തിൽ ആർട്ടിക്കിൾ 356 ഡിക്ലെയർ ചെയ്തിട്ട് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടായ ഒരു ഡിസിഷൻ ആയിരുന്നു. ബിക്കോസ് നമ്മുടെ എമർജൻസി പവറിനെ, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി പവറിനെ ഫസ്റ്റ് ആയിട്ട് മിസ്യൂസ് ചെയ്ത ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, ആദ്യമായിട്ട് ആർട്ടിക്കിൾ 356 ഏത് സ്റ്റേറ്റിനെതിരെ, ഏത് ഗവൺമെന്റിനെതിരെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എപ്പോഴാണ്, ഏത് ഗവൺമെന്റിനെതിരെയാണ്? കേരളത്തിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് 1959 ആദ്യമായിട്ട് ആർട്ടിക്കിൾ 356 യൂസ് ചെയ്തത്. അങ്ങനെ എന്താണ്, കോൺഗ്രസിന് തന്നെ വീണ്ടും ഡോമിനൻസ് കിട്ടാണ് ചെയ്തത്. സോ 3 ഇലക്ഷൻ നമ്മൾ പറഞ്ഞല്ലേ? അപ്പം 1952, 1957 ആൻഡ് 1962. അപ്പം അപ്പം കോൺഗ്രസിന്റെ ഡോമിനൻസിന്റെ നേച്ചർ എന്താ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 1 പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം കണ്ടുവന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണല്ലേ? അല്ല, ഇന്ത്യയിൽ മാത്രമല്ല,
വേൾഡിലുള്ള പല രാജ്യങ്ങളിലും വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിതാ ചൈന, ക്യൂബ പോലെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയും വൺ പാർട്ടി ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. പക്ഷെ അവിടെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഒരു സിംഗിൾ പാർട്ടി റൂൾ ചെയ്താൽ മതി എന്നുള്ളത്. ഇനി മെക്സിക്കോ, തായ്വാൻ പോലെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചു കാലം മുമ്പ് അവിടെയും വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കേസ് എന്നൊക്കെ നമ്മുടെ ഇന്ത്യയുടെ കേസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കേസ് ഡിഫറെന്റ് ആകുന്നത്? എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഡോമിനൻസ് ഈ ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള വൺ പാർട്ടി ഡോമിനൻസ് ഒന്നും ഡിഫറെന്റ് ആകുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഈ കോൺഗ്രസ് ഡോമിനൻസ് കിട്ടിയത് എന്തിന്റെ കണ്ടീഷനിൽ അണ്ടറിലാണ്? ഡെമോക്രാറ്റിക് കണ്ടീഷൻസിന്റെ അണ്ടറിലാണ് കോൺഗ്രസിന് ഡോമിനൻസ് കിട്ടുന്നത് അല്ലെ. എലക്ഷൻ നടക്കുന്നതൊക്കെ ഡെമോക്രാറ്റിക് കണ്ടീഷൻസിന്റെ അണ്ടറിലാണ്. പിന്നെ ബാക്കിയുള്ള കൺട്രീസ് പോലെ ഒരൊറ്റ പാർട്ടി, കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നില്ല ഇലക്ഷനിൽ ഉണ്ടായിരുന്നത്. ഓപ്പോസിഷൻ ആയിട്ട് ഒരുപാട് പാർട്ടീസ് ഉണ്ടായിട്ടുണ്ട്, ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടും ജനങ്ങൾ കോൺഗ്രസിന് തന്നെയാണ് വോട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ ആഫ്റ്റർ ഇലക്ഷൻ കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പം എന്താണ്, ഡെമോക്രാറ്റിക് കണ്ടീഷൻസിലാണ് ഇലക്ഷൻ നടന്നത്. ഒരുപാട് ഓപ്പോസിഷൻ പാർട്ടീസ് ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും കോൺഗ്രസിന് തന്നെയാണ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് വോട്ട് കിട്ടിയത്. പിന്നെന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ വാസ് സീൻ ആസ് ആൻ ഇൻഹെറിറ്റർ ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്. നാഷണൽ മൂവ്മെന്റിന്റെ ലെഗസി ഉണ്ടായിരുന്നു കോൺഗ്രസിന്. ആൻഡ് നമുക്കറിയാം ഒരുപാട് വലിയ ലീഡേഴ്സ്, ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ലീഡേഴ്സ് ഒക്കെയാണ് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സ് ആയിട്ടുണ്ടായത്. സോ ഒബ്വിയസ്ലി പീപ്പിൾ വിൽ വോട്ട് ദം അല്ലേ. നമുക്ക് കുറച്ചും കൂടി പീപ്പിളിന് കുറച്ചും കൂടി അടുത്തറിയുന്ന ഒരു ആൾക്കാരായിരിക്കുമല്ലോ ഫ്രീഡം സ്ട്രഗിളിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പം എന്തായാലും ജനങ്ങള് ലീഡേഴ്സിനെ വോട്ട് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് കോൺഗ്രസിന് ഇത്രയും മെജോറിറ്റി നേടാൻ വേണ്ടി പറ്റിയത്. ആൻഡ് കോൺഗ്രസ് വാസ് ഓൾറെഡി എ വെരി വെൽ ഓർഗനൈസ്ഡ് പാർട്ടി. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസിനൊക്കെ മുമ്പേ ഈ പാർട്ടി ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിലല്ല, ബട്ട് സ്റ്റിൽ ദർ വാസ് എ കോൺഗ്രസ് അല്ലെ. അപ്പൊ ഇത്രയും വർഷങ്ങൾ എടുത്തോണ്ട് തന്നെ അതൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പൊ എലക്ഷൻ നടക്കാന്ന് പറയുമ്പം ബാക്കിയുള്ള ഒപ്പോസിഷൻ പാർട്ടീസ് സ്ട്രാറ്റജിനെ കുറിച്ച് ആലോചിക്കുന്ന സമയം കൊണ്ട് ഇവർ ക്യാമ്പയിൻ വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഓർഗനൈസ്ഡ് ആയിരുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. നമുക്കറിയാം വലിയ പോപ്പുലർ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു, അവര് കൺട്രി ഒട്ടാകെ ടൂർ ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ഓർഗനൈസ്ഡ് ആയ ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഡോമിനൻസ് നിലനിർത്താൻ വേണ്ടി പറ്റിയത്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ് ഇറ്റ് ഹാഡ് ആൻ ഓർഗനൈസേഷണൽ നെറ്റ്വർക്ക് ഡൗൺ ടു ദി ലോക്കൽ ലെവൽ. ഈവൻ ലോക്കൽ ലെവലിൽ പോലും അവർക്ക് ഹോൾഡ് ഉണ്ടായിരുന്നു, അവരുടെ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾ ഇൻക്ലൂസീവ്. എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, കോൺഗ്രസിന് ഈ 3 ജനറൽ ഇലക്ഷനിലും ഡോമിനൻസ് നിലനിർത്താൻ വേണ്ടി പറ്റി. ഇതൊക്കെയാണ് ബാക്കിയുള്ള കൺട്രീസിൽ നിന്നും നമ്മുടെ കോൺഗ്രസിന്റെ ഡോമിനൻസിനെ വ്യത്യാസപ്പെടുത്തുന്നത്, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന റീസൺസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പൊ ഇനി കോൺഗ്രസ് എങ്ങനെയാണ് കോalitional ഗവൺമെന്റ് ഫോം ചെയ്തത്, ബാക്കിയുള്ള മേജർ ഒപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം അല്ലെ. ഞാൻ ഇത്ര വരെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പാർട്ടി ദാറ്റ് വോൺ ദ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സീറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വാസ് ഡാഷ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. എക്സാമിന് നമ്മൾ 2 പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ, അതായത് എപ്പോഴാണ്? 1952 ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ ഏത് പാർട്ടിക്കാണ് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സീറ്റ് കിട്ടിയത്? നമുക്കറിയാം ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ ആർക്കാണ് മെജോറിറ്റി കിട്ടിയത്? കോൺഗ്രസിനാണ് മെജോറിറ്റി കിട്ടിയത് അല്ലെ. അപ്പം രണ്ടാമത് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനസംഘ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇത്രയും ഈ ഒരു ഹാഫ് ആൻ അവർ പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആകെ ഒരു ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. യെസ്, സോ ദ ആൻസർ ഇസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഒപ്പോണന്റ് പറഞ്ഞിട്ടുണ്ടായത്. അവർക്ക് എത്ര സീറ്റാണ് കിട്ടിയത്? 16 സീറ്റാണ് കിട്ടിയത് അല്ലെ. 16 സീറ്റാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായത്. സോ ദ ആൻസർ ഇസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഡെമോക്രസി പീപ്പിൾ യൂസ് ദ പവർ ത്രൂ ഡാഷ്. ഡെമോക്രസിയിൽ ജനങ്ങൾ അവരുടെ പവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെമോക്രസി എന്താണെന്ന് അറിയെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തത്? പൊളിറ്റിക്കൽ പാർട്ടീസ്, കോപ്പറേറ്റീവ്സ്, എലക്ഷൻ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെയാണോ ജനങ്ങൾ അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്? കോപ്പറേറ്റീവിലൂടെയാണോ? എലക്ഷനിലൂടെയാണോ? അതോ NGOസിലൂടെയാണോ?
സോ യാ, ദ കറക്റ്റ് ആൻസർ ഇസ് എലക്ഷൻസ് അല്ലേ. നമുക്ക് ഡെമോക്രസി എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ അല്ലേ. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ നടന്നുകൊണ്ട് പീപ്പിള് റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുത്ത് ഒരു ഗവൺമെന്റ് ഫോം ആണ് ചെയ്യുന്നത്. അപ്പം എലക്ഷനിലൂടെയാണ് ജനങ്ങൾ അവരുടെ പവർ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് എലക്ഷൻസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ, ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളോട് ഓർമ്മിച്ചെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ ആൻസർ? എന്താ ഓപ്ഷൻസ് എന്തൊക്കെയാ? ശ്യാമപ്രസാദ് മുഖർജി, സുകുമാർ സെൻ, രാജഗോപാലാചാരി, ബാൽരാജ് മധോക്. അപ്പം എന്താണ് ആൻസർ? യെസ്, സുകുമാർ സെൻ അല്ലെ. സുകുമാർ സെൻ വാസ് ദി ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴാണ് സെറ്റപ്പ് ചെയ്തത് ചോദിച്ചാൽ, റിമെമ്പർ ഇറ്റ് വാസ് ഇൻ 1950. ഓക്കെ, 1950ലാണ് ഇലക്ഷൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്. ഫസ്റ്റത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. പക്ഷെ ഇലക്ഷൻ നടന്നോ 1950-ൽ? ഇല്ല. 2 വർഷത്തിന് ശേഷം 1952ലാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇൻ 1957 വിച്ച് പാർട്ടി ഫോംഡ് ദ ഗവൺമെന്റ് ഇൻ കേരള? അപ്പൊ ഇയർ നോക്കുക, 1957 എന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡ് ജനറൽ ഇലക്ഷൻ ആണ് പറയുന്നത്. ആ ഇലക്ഷനിൽ കേരളത്തിൽ ഏത് പാർട്ടിയാണ് ഗവൺമെന്റ് ഫോം ചെയ്തത്? ഏതാണ്? ജനസംഘാണോ, CPI ആണോ, കോൺഗ്രസ് ആണോ, സോഷ്യലിസ്റ്റ് പാർട്ടിയാണോ? അപ്പൊ നമ്മൾ അൺഈവൻ ഡോമിനൻസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ എന്നുള്ള ഭാഗത്തിൽ നമ്മൾ പഠിച്ചു, കേരളത്തിൽ ഡിഫീറ്റ് കിട്ടാണല്ലേ കോൺഗ്രസിന്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ അങ്ങനെ തന്നെ ഒഴിവാക്കാം. കോൺഗ്രസിന് ഡിഫീറ്റ് കിട്ടാണ് അപ്പൊ 1957 അസംബ്ലി ഇലക്ഷനിൽ. അപ്പം ഏത് പാർട്ടിയാണ് അവിടെ ഗവൺമെന്റ് ഫോം ചെയ്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെ. EMS നമ്പൂതിരിപ്പാടിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് 1957 കേരളത്തിൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. പക്ഷെ എന്താണ്, 1959 കോൺഗ്രസ് ആർട്ടിക്കിൾ 356 വെച്ചിട്ട് ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സ്റ്റേറ്റ് വെയർ കോൺഗ്രസ് വാസ് നോട്ട് ഇൻ പവർ ഈവൻ ആഫ്റ്റർ എ ഹ്യൂജ് വിക്ടറി ഇൻ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ? എന്താണ് ക്വസ്റ്റ്യൻ, ശരിക്കും വായിക്കാം. ഏത് സ്റ്റേറ്റിലാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ നമ്മൾ പറഞ്ഞു വാസ്റ്റ് മെജോറിറ്റി തന്നെ കിട്ടിയല്ലേ കോൺഗ്രസിന്, പക്ഷെ ചില സ്റ്റേറ്റിൽ കോൺഗ്രസിന് പവർ കിട്ടിയിട്ടില്ല. നോട്ട്, ഇവിടെ നോട്ട് ഉണ്ട്, ശരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോട്ട് എന്നുണ്ട്. അപ്പൊ ഏത് സ്റ്റേറ്റിലാണ് ഇവർക്ക് സീറ്റ് കിട്ടാണ്ടിരുന്നത്? എവിടെയാണ് മെജോറിറ്റി കിട്ടാതിരുന്നതെന്ന് ചോദിച്ചേ. ഇവിടെ എന്തൊക്കെയാ ഓപ്ഷൻ ഉള്ളത്? ബീഹാർ, ഒറീസ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. നമ്മൾ 3 സീറ്റിന്റെ നെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിവിടെ കൊടുത്തിട്ടുള്ള ഏതാണ് ഉള്ളത്? ഒറീസ അല്ലെ. അപ്പൊ ഏതൊക്കെയായിരുന്നു ബാക്കി 2? ഏതൊക്കെയായിരുന്നു? ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മദ്രാസ്. അപ്പൊ ട്രാവൻകൂർ, കൊച്ചി, മദ്രാസ്, ഒറീസ, ഈ 3 സീറ്റിലായിരുന്നു കോൺഗ്രസിന് ഫസ്റ്റത്തെ സ്റ്റേറ്റ് ഇലക്ഷനിൽ മെജോറിറ്റി കിട്ടാതിരുന്നത്. പക്ഷെ പിന്നീട് കോalition ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് വീണ്ടും അവർക്ക് തന്നെ പവർ കിട്ടാണ് ചെയ്തത്. ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ എന്താ, 4 statements regarding one party dominance are given below. Mark each of them as true or false. വൺ പാർട്ടി ഡോമിനൻസിനെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ട്രൂ ഏതാണ്, ഫോൾസ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, വൺ പാർട്ടി ഡോമിനൻസ് ഇസ് റൂട്ടഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്ട്രോങ് ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടി. സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഓപ്പോസിഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്, ആബ്സെൻസ് കൊണ്ടാണ് വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടായെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ശരിയാണോ തെറ്റാണോ? നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് തന്നെ ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഇന്ത്യയിൽ നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണല്ലേ. ബിക്കോസ് ഇന്ത്യയിൽ കോൺഗ്രസിന് വെല്ലാൻ മാത്രമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നില്ല. ബിക്കോസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു എന്താണ് നാഷണൽ മൂവ്മെന്റിന്റെ ലെഗസി ഉണ്ടായിരുന്നു, വെൽ ഓർഗനൈസ്ഡ് പാർട്ടി ആയിരുന്നു, പോപ്പുലർ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു അല്ലെ കോൺഗ്രസിന് ഡോമിനൻസ് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. വൺ പാർട്ടി ഡോമിനൻസ് എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആബ്സെൻസ് കൊണ്ട് തന്നെയാണ് വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടാകുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ, വൺ പാർട്ടി ഡോമിനൻസ് ഒക്കെ ബിക്കോസ് ഓഫ് ദി വീക്ക് പബ്ലിക് ഒപ്പീനിയൻ. വീക്ക് ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ കാരണമാണ് വൺ പാർട്ടി ഡോമിനൻസ് ഒക്കെ എന്നാണ് ഇവിടെ പറയുന്നത്. ശരിയാണോ? അല്ല അല്ലെ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. വീക്ക് ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ കാരണമല്ല വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടാകുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ ഉള്ള രാജ്യത്തും വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടാവാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, വൺ പാർട്ടി ഡോമിനൻസ് ഇസ് ലിങ്ക്ഡ് ടു ദ നേഷൻസ് കൊളോണിയൽ പാസ്റ്റ്. ഒരു രാജ്യത്തിന്റെ കൊളോണിയൽ പാസ്റ്റിനെ ലിങ്ക് ചെയ്തുകൊണ്ടും വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് തന്നെ എടുത്താൽ മതി. ഇന്ത്യയിൽ എന്താ നമുക്കറിയാം, നമ്മൾ ബ്രിട്ടന്റെ കോളനി ആയിരുന്നല്ലേ. അപ്പൊ ആ ഒരു ബ്രിട്ടന്റെ കോളനിയിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി
കോൺഗ്രസിന് ഡോമിനൻസ് ഉണ്ടാകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ആ ഒരു നാഷണൽ മൂവ്മെന്റിന്റെ ലെഗസി ഉണ്ടായിരുന്നു കോൺഗ്രസിന്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഒരു കൺട്രിയുടെ കൊളോണിയൽ പാസ്റ്റും എന്താണ് ലിങ്ക് ചെയ്യും. അതിന്റെ വൺ പാർട്ടി ഡോമിനൻസിനെ ലിങ്ക് ചെയ്യും. ഇനി ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? വൺ പാർട്ടി ഡോമിനൻസ് റിഫ്ലക്ട് ദ ആബ്സെൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഐഡിയൽസ് ഇൻ എ കൺട്രി. ഒരു കൺട്രിയിൽ ഡെമോക്രാറ്റിക് ഐഡിയൽസ് ഇല്ലാത്തപ്പോൾ, ഡെമോക്രസി ഇല്ലാത്തപ്പോഴാണ് വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് ബിക്കോസ് നമ്മൾ ഇന്ത്യയിൽ ഇതിൽ നമ്മൾ പഠിച്ചു അല്ലേ, ഡെമോക്രസി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നടന്ന ഇലക്ഷനിലൂടെയാണ് കോൺഗ്രസ് ഡോമിനന്റ് ആയിട്ട് ഭരിച്ചിട്ടുണ്ടായത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഞാൻ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? ഇൻഡിപെൻഡൻസ് കിട്ടിയ ടൈമിൽ എന്താ നേഷൻ, നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ടായ 3 ചാലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി. പിന്നെ 3 ജനറൽ ഇലക്ഷൻസ് ഏതൊക്കെയാണ് നോക്കി, 1952, 1957 ആൻഡ് 1962. എന്തൊക്കെയാണ് വോട്ടിംഗ് മെത്തേഡിൽ ഉണ്ടായ ചേഞ്ചസ് എന്താ നോക്കി. പിന്നെ കോൺഗ്രസ് എങ്ങനെയാണ് ഡോമിനൻസ് സ്ഥാപിച്ചത് നമ്മൾ നോക്കി. എന്തൊക്കെയാണ് റീസൺസ്, കോൺഗ്രസിന്റെ നേച്ചർ, ഡോമിനൻസിന്റെ നേച്ചർ എന്താ നോക്കി. പിന്നെ 1957 അസംബ്ലി ഇലക്ഷനിൽ എവിടെയാണ് കോൺഗ്രസിന് ഡിഫീറ്റ് ഉണ്ടായത്, കേരളത്തിൽ ഏത് പാർട്ടിയാണ് ഗവൺമെന്റ് ഫോം ചെയ്തതെന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കോലീഷണൽ ഗവൺമെന്റ് എങ്ങനെയാണ് ഫോം ചെയ്തത്, പിന്നെ മേജർ ആയിട്ടുള്ള ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.